ഹായ് ഓൾ, നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്. ഈ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൽ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു കട്ട് ഓഫ് വന്നത്, നമ്മുടെ പരീക്ഷയ്ക്ക് എത്ര പ്രിപ്പറേഷൻ വേണ്ടി വന്നു, നമ്മളുടെ പയ്യനാണ് 1ാം റാങ്ക് മേടിച്ചത്, ആ പയ്യൻ മേടിച്ച മാർക്ക് എത്രയാണ്, അവന്റെ കട്ട് ഓഫ് എത്രയാണ്, ഇതെല്ലാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ കാറ്റഗറി നമ്പർ ആ വർഷം 19/2019 ആയിരുന്നു. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 11/10/2022 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നത് 46.67 വന്നിട്ടുള്ളൂ. വളരെ ചെറിയ കട്ട് ഓഫിലാണ് വന്നേക്കുന്നത്. എന്നാൽ മാക്സിമം മാർക്ക് വന്നേക്കുന്നത് ടെസ്റ്റിൽ 67.33 ആണ്. നമ്മുടെ പയ്യനാണ് 67.33 മേടിച്ച 1ാം റാങ്കുകാരൻ. ഇനി ടോട്ടൽ അഡ്വൈസ് വന്നേക്കുന്നത് 95 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് 129 ആണ്. ഇവിടെ എല്ലാം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഇത് വന്നിരിക്കുന്ന ഇപ്പൊ ഈ വരുന്ന സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് അടുത്ത ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നുള്ളൂ. നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ കോഴ്സിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്. രണ്ടാമത്, നമ്മൾ 10,000-ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ടെസ്റ്റും മറ്റേ ഇതുമായിട്ട് നടത്തുന്നുണ്ട് ക്ലാസ്സിൽ തന്നെ. മൂന്നാമത്തെ പോയിന്റ് എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന നമ്മുടെ ലൈവ് ക്ലാസ്സസും ഈ പറഞ്ഞ ലൈവ് ഇന്ററാക്ഷനോടെ ടീച്ചേഴ്സിനോടെ പഠിക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വീക്കിലി എക്സാംസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയറിലും നമുക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്, ഈ തവണയും നമുക്ക് തന്നെ വേണം ഫസ്റ്റ് റാങ്ക്. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.